ഹായ് ഫ്രണ്ട്സ്, ഇഷാൻ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എല്ലാ ന്യൂബോൺ അമ്മമാർക്കും എല്ലാ അമ്മമാരാകാൻ പോകുന്നവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതിനു മുന്നേ ഈ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓൾ എന്ന ബട്ടൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക. ഞാനിവിടെ പരിചയപ്പെടുത്തുന്ന പ്രൊഡക്റ്റ് ബ്രസ്റ്റ് പമ്പിനെ കുറിച്ചാണ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ലവ്ലാപ്പിൻ്റെ ബ്രസ്റ്റ് പമ്പാണ്. ഇതാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിലുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് നോക്കാം. മുലയൂട്ടലിനോളം വിലയുള്ള അത്രയും അമൂല്യമായിട്ടുള്ളത് ഒന്നും ഇല്ല. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചോളം ആൻറ്റിബയോട്ടിക്സ് നിറഞ്ഞ അത്രയും വിറ്റാമിൻസ്, ന്യൂട്രിയൻസ് നിറഞ്ഞ മുലപ്പാൽ തന്നെ നമുക്ക് കൊടുക്കാം. വേറൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ഒന്നും കൊടുക്കാണ്ട് മുലപ്പാൽ തന്നെ നമ്മുടെ കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഓപ്ഷനിലേക്ക് നമ്മൾ പോകുന്നത്. ആർക്കൊക്കെയാണ് നമ്മൾ ഈ മാനുവൽ ബ്രസ്റ്റ് പമ്പ് കൊണ്ട് യൂസ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ആർക്കൊക്കെ ഇത് ഗുണം ചെയ്യും എന്ന് നോക്കാം. കുഞ്ഞിനെ സക്ക് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ഒരവസ്ഥ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെഡിക്കൽ കണ്ടീഷൻ കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ട് കുഞ്ഞിനെ സക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ അതിനു വേണ്ടി നമ്മൾ അമ്മയിൽ നിന്ന് മിൽക്ക് എക്സ്പ്രസ് ചെയ്തെടുത്ത് ശേഷം സ്പെഷ്യലൈസ്ഡ് ബോട്ടിലാക്കിയിട്ട് നമ്മൾ അത് കുഞ്ഞിന് കൊടുക്കാറുണ്ട്. പിന്നെ പ്രീ മെച്യൂർ ആയിട്ടുള്ള ബേബീസൊക്കെ ആണെങ്കിൽ പിന്നെ കുഞ്ഞിന് സക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വരും. അപ്പോഴും നമുക്ക് ഈ ഒരു മെത്തേഡൊക്കെ യൂസ് ചെയ്യാം. പാൽ ഉൽപ്പാദനം പലർക്കും പല രീതിയിലൊക്കെയാണ്. ഓവർ പ്രൊഡക്ഷൻ വന്നിട്ട് പാല് ബ്രസ്റ്റിൽ കെട്ടി നിൽക്കുന്ന വല്ലാത്തൊരു പെയിൻഫുൾ ആയിട്ടുള്ള കണ്ടീഷനാണ്. ആ ടൈമിലൊക്കെ ഇതുപോലുള്ള പമ്പ് വെച്ച് യൂസ് ചെയ്തിട്ട് നമുക്ക് മിൽക്ക് എക്സ്പ്രസ് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ക്രാക്ക്ഡ് നിപ്പിൾസ് ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്യുന്നതാണ്. ഈ ഒരു മാനുവൽ ബ്രസ്റ്റ് പമ്പ് അല്ലെങ്കിൽ എക്സ്പ്രസ്ഡ് മിൽക്ക് പ്രൊഡക്റ്റ് കൊടുക്കുന്നത് അത്ര നല്ലതൊന്നുമല്ല. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞിന് നിപ്പിൾ കൺഫ്യൂഷൻ ഉണ്ടാവും. കുഞ്ഞിന് അമ്മയുടെ മുലപ്പാൽ ഏതാണ്, ബോട്ടിൽ ഫീഡ് ഏതാണെന്ന് തിരിച്ചറിയാത്ത ഒരവസ്ഥയുണ്ടാവും. ബോട്ടിൽ ഫീഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് ആ ഒരു ഫ്ലോയിൽ മിൽക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതുകൊണ്ട് അമ്മയുടെ മുലപ്പാൽ കുടിക്കാൻ മടി കാട്ടും. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു രീതിയിൽ കൊടുക്കരുത്. ഈ ഒരു സിറ്റുവേഷൻ ഒഴികെ ബാക്കി എല്ലാ സിറ്റുവേഷനിലും അമ്മയുടെ മുലപ്പാൽ തന്നെ കൊടുക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് മാനുവൽ ബ്രസ്റ്റ് പമ്പിൻ്റെ യൂസ് എന്ന് പറയുന്നത്. ഇനി പ്രോഡക്റ്റ് എങ്ങനെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ബ്രസ്റ്റ് പമ്പ് ലവ്ലാപ്പിൻ്റെ മാനുവൽ ബ്രസ്റ്റ് പമ്പാണ്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെ സാധനങ്ങൾ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ മിൽക്ക് കണ്ടെയ്നറാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ്. അതിൻ്റെ ഒന്നിച്ച് നമ്മൾ കുഞ്ഞുങ്ങൾ വലിച്ചു കുടിക്കാനായിട്ട് നിപ്പിളും ഉണ്ട്. ഇനി ഇത് ബ്രസ്റ്റ് പമ്പ് ബോഡിയാണ്. ഇതിനോട് സിലിക്കോൺ കുഷൻ ചേർന്നിരിക്കുന്നത്. സിലിക്കോൺ കുഷൻ ബ്രസ്റ്റിനോട് ചേർത്ത് ഇവിടെ പ്രസ് ചെയ്യുമ്പോഴാണ് ബോട്ടിലിലോട്ട് വരുന്നത്. ഇതൊരു ഡക്ക് ബിൽ ക്യാപ്പാണ്. ഇതുവഴിയാണ് മിൽക്ക് ബോട്ടിലിലോട്ട് വരുന്നത്. ഇതൊരു സോഫ്റ്റ് സിലിക്കോൺ കുഷനാണ്. ഇതിൽ മസാജിങ് പെറ്റൽസ്, ഇതാണ് നമ്മുടെ ബ്രസ്റ്റിനോട് ചേർന്നിരിക്കുന്ന ഭാഗം. വളരെ സോഫ്റ്റും കംഫർട്ടബിളുമാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ഡസ്റ്റ് ക്യാപ്പ് കിട്ടുന്നുണ്ട്. എക്സ്ട്രാ ബ്രസ്റ്റ് പാഡും ഉണ്ട്. കൂടെ തന്നെ നമുക്കൊരു ട്രാവൽ ഫ്രണ്ട്ലി പൗച്ചും ലഭ്യമാണ്. ഇനി ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി തന്നെ കൂടുതൽ അറിയണം എന്നാണെങ്കിൽ അതിനു വേണ്ടി ഒരു ബുക്കും അതിൻ്റെ കൂടെ ലഭ്യമാണ്. നമുക്ക് ഈ ഒരു ബുക്കിൽ തന്നെ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഇനി എടുത്തു പറയേണ്ട, നമുക്ക് ഇത് എല്ലാം തന്നെ സ്റ്റെറിലൈസ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കുഞ്ഞുങ്ങൾക്ക് ഇത് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. ഇതുപോലത്തെ സാധനങ്ങൾ, അതായത് മിൽക്കും ആയി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാം കൊടുക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് സ്റ്റെറിലൈസ് ചെയ്ത് വേണം. ഇനി ഈ ബ്രസ്റ്റ് പമ്പ് ഓൺലൈനിൽ അവൈലബിൾ ആണ്. അതായത് ആമസോൺ, ഫ്ലിപ്കാർട്ട് എല്ലാ രീതിക്കും ഇത് അവൈലബിൾ ആണ്. ഇതിൻ്റെ ക്വാളിറ്റി ഒരു രക്ഷയുള്ള അടിപൊളി സാധനമാണ്.
എല്ലാവർക്കും വാങ്ങി യൂസ് ചെയ്ത് ധൈര്യമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ബ്രസ്റ്റ് പമ്പ് ഉപയോഗിക്കാൻ അറിയാത്തവർക്ക് വേണ്ടി, അല്ലെങ്കിൽ ഉപയോഗം എന്തെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.